കർത്താവേ, അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. എല്ലാം നേടിയിട്ടും പലതും കൈയെടുത്തി പിടിച്ചിട്ടും സമാധാനമില്ലാത്തതാണ് എൻ്റെ പല മക്കളുടെയും ഇപ്പോഴത്തെ പ്രശ്നം. ലോകം നൽകുന്ന സമാധാനം ശാശ്വതമല്ല. അത് ജീവിത അനുഭവങ്ങൾക്കനുസരിച്ച് തെളിയുകയും കെടുകയും ചെയ്യുന്നതാണ്. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ശാശ്വതവും അനശ്വരവുമാണ്. മക്കൾ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഭൗതിക സങ്കേതങ്ങളിൽ നിന്നും കൈവിട്ട് എന്നിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ എൻ്റെ സമാധാന സമൃദ്ധി അനുഭവിക്കുവാൻ കഴിയൂ. നിന്റെ ആത്മാവിനും ആന്തരിക സമാധാനത്തിനും ദോഷം വരാതിരിക്കാൻ എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചാൽ മതി. ആശ്രയം എന്നിലാകുമ്പോൾ ആശ്വാസം ഞാൻ ഹൃദയത്തിൽ തരും. നിന്റെ ചിന്തകളെയും മനോഭാവങ്ങളെയും നിയന്ത്രിക്കുവാൻ എൻ്റെ ആത്മാവിനോട് നീ ആവശ്യപ്പെടണം. എൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന മനസ്സ് ജീവനും സമാധാനവും നിറഞ്ഞതായിരിക്കും. ഓരോ ദിവസത്തെയും നിന്റെ നേരുള്ള തിരഞ്ഞെടുപ്പുകളിലൂടെ എൻ്റെ സമാധാനം നിനക്ക് സ്വന്തമാക്കാൻ കഴിയും. ഭൗതിക ലോകം നിന്റെ മുമ്പിൽ നിരത്തുന്ന ആകർഷണങ്ങൾ നിന്റെ ആസക്തിയാകുമ്പോൾ കുഞ്ഞെ, എൻ്റെ സമാധാനം നിനക്ക് നഷ്ടമാകും. പാപലോകത്തിൽ ആകുലതകൾ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് അവസാനമുണ്ടാവില്ല. അത് കാണുന്ന നിന്റെ മനസ്സ് വ്യാകുലതകൾ ഉയർത്തും. അതിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ എന്നിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും പഠിക്കണം. ഇത് നിരന്തര പരിശ്രമം കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ഭൂമി ഇളകുമ്പോഴും മലകൾ സമുദ്രത്തിൽ വീഴുമ്പോഴും കുഞ്ഞെ, നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഈ വലിയ ഉറപ്പിലേക്കും വിശ്വാസ സ്ഥിരതയിലേക്കുമാണ് എൻ്റെ മക്കൾ വളരേണ്ടത്. അപ്പോൾ ഒരു ശക്തിക്കും നിങ്ങളുടെ അടിസ്ഥാനം ഇളക്കാൻ കഴിയില്ല. റോമലേഖനം 8-ാം അധ്യായം. ജഡാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. ജഡീക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡീക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും
നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. 46-ാം സങ്കീർത്തനം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് അടുത്ത തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്ര മധ്യത്തിൽ അടർന്നു വീണാലും നാം ഭയപ്പെടുകയില്ല. ഈ അത്ഭുത വചനങ്ങളാൽ അസ്വസ്ഥമായ നമ്മുടെ മനസ്സിനെ ദൈവം ശാന്തമാക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.